ജൂലൈ 26-ാം തീയതിയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് റെക്കോർഡ് ഹൈയിൽ ക്ലോസിംഗ് നൽകിയതോടുകൂടി ബഡ്ജറ്റ് ദിവസത്തെ ലോയിൽ നിന്നും മാർക്കറ്റിൽ റിക്കവറി വരികയും ഇൻഡെക്സ് വീക്കിലി ബേസിസിൽ 1.24% ഉയരുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി മാത്രമല്ല മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകളും ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. മിഡ് ക്യാപ് ഇൻഡെക്സ് 3.3%, സ്മോൾ ക്യാപ് ഇൻഡെക്സ് 2.5% ഉയർന്നു. മാർക്കറ്റിൽ നിലനിന്നു പോരുന്ന ഈ ഒരു ബൈയിങ് മൊമെന്റം വരുന്ന ആഴ്ചയും തുടരും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ജൂലൈ 31-ാം തീയതി US ഫെഡിന്റെ പോളിസി മീറ്റിംഗ് ആണ്. ഈ പോളിസി മീറ്റിംഗിൽ ജൂലൈ മാസത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും സെപ്റ്റംബർ മാസത്തിലെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ബാങ്ക് ഓഫ് ജപ്പാൻ എന്നിവയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗും US എംപ്ലോയ്മെന്റ് ഡേറ്റ, യൂറോസോൺ GDP ഫിഗറും മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. മാർക്കറ്റിന്റെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോഴും ബുള്ളിഷ് ട്രെൻഡാണ്. കൂടാതെ മാർക്കറ്റ് വരും സമയങ്ങളിൽ 25,000, 25,100 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. 24,600, 24,500 ഇൻഡെക്സിന്റെ പ്രധാന സപ്പോർട്ടായി തുടരുകയും ചെയ്യും. ഇനി വരുന്ന ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ചില പ്രധാന ഇവന്റുകളെ ഒന്ന് മനസ്സിലാക്കാം. ഒന്ന്, ഓട്ടോ സെയിൽസ് ഡേറ്റ. ജൂലൈ 1-ാം തീയതിയും 2-ാം തീയതിയും പ്രമുഖ ഓട്ടോമൊബൈൽ കമ്പനികളുടെ സെയിൽസ് ഡാറ്റ പുറത്തുവരും. ടാറ്റ മോട്ടോഴ്സ്, മാരുതി സുസുക്കി, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഹീറോ മോട്ടോർ കോർപ്പ്, ബജാജ് ഓട്ടോ, TVS മോട്ടോർ കമ്പനി, അശോക് ലൈലാൻഡ്, എസ്കോട്ട്, ഏഷ്യർ മോട്ടോർ തുടങ്ങിയ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഓഗസ്റ്റ് 1-ാം തീയതി ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് PMI ഡേറ്റ പുറത്തുവരും. 58.3% നിന്നും 58.5% റീസെന്റ് മാനുഫാക്ചറിംഗ് PMI ഉയർന്നിരുന്നു. വരും സമയങ്ങളിൽ മാനുഫാക്ചറിംഗ് PMI ഡേറ്റ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വരും ദിവസങ്ങളിലെ ഏറ്റവും പ്രധാന ഇവന്റ് ജൂലൈ 31-ാം തീയതിയുള്ള ഫെഡിന്റെ മീറ്റിംഗ് തന്നെയാണ്. ഈ മീറ്റിംഗിൽ ജൂലൈ മാസത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകില്ലെങ്കിലും സെപ്റ്റംബറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമെന്ന് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആഗസ്റ്റ് 1-ാം തീയതിയും ജൂലൈ 31-ാം തീയതിയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെയും ബാങ്ക് ഓഫ് ജപ്പാന്റെയും മോണിറ്ററി പോളിസി മീറ്റിംഗ് ആണ്. ഇതിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് 2020 ശേഷമുള്ള ഫസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് അനൗൺസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് യൂറോപ്യൻ മാർക്കറ്റിലും അമേരിക്കൻ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും പോസിറ്റീവ് മൂവ്മെന്റിന് വഴിതെളിയിച്ചേക്കും. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ കഴിഞ്ഞ ആഴ്ച 4,721 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 8,110 കോടിയുടെ ബൈയിങ് നടത്തി. ബ്രന്റ് ക്രൂഡിന്റെ വില 1.8% ഇടിഞ്ഞ് 200 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ $80.36 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയത് കെമിക്കൽ കമ്പനികളെ സംബന്ധിച്ചിടത്തോളവും പെയിന്റ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളവുമുള്ള ഒരു പോസിറ്റീവ് ന്യൂസാണ്. ഗോൾഡിന് മുകളിലുള്ള കസ്റ്റംസ് ഡ്യൂട്ടി 15% നിന്നും 9% കുറച്ചതിന്റെ പശ്ചാത്തലത്തിൽ ജ്വല്ലറി സെക്ടറിലെ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ജ്വല്ലറി സെക്ടറിൽ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന ഒരു സ്റ്റോക്കാണ് ടൈറ്റൻ കമ്പനി. ടൈറ്റൻ കഴിഞ്ഞ ദിവസം 2.3% ഉയർന്ന് 3,484 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 3.10 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 88.46, ഡിവിഡന്റ് യിൽഡ് 0.32%, 52 വീക്കിലോ 2,882, 52 വീക്ക് ഹൈ 3,886. ടൈറ്റാൻ എന്ന സ്റ്റോക്കിൽ കഴിഞ്ഞ ദിവസം ബൈയിങ് മൊമെന്റം വന്നതിന്റെ പിന്നിലെ കാരണം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റ് തന്നെയാണ്. അതേസമയം ഇപ്രാവശ്യം ടൈറ്റാന്റെ ക്വാർട്ടർലി റിസൾട്ട് മോശമാണ്. വരുന്ന ആഴ്ചയാണ് ടൈറ്റാന്റെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരുന്നത്. ക്വാർട്ടർലി റിസൾട്ട് എസ്റ്റിമേഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ജ്വല്ലറി സെയിൽസ് മാർക്കറ്റ് പ്രതീക്ഷിച്ച രീതിയിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യതയില്ല. 8% ഡൊമസ്റ്റിക് ഗ്രോത്ത് ആണ് ജ്വല്ലറി സെയിൽസിൽ പ്രതീക്ഷിക്കുന്നത്. വാച്ച് ആൻഡ് വിയറബിൾ സെഗ്മെന്റിൽ 14% വളർച്ചയുണ്ടാകുമെന്നും ഡൊമസ്റ്റിക് സെയിൽസിൽ 9% വളർച്ചയുണ്ടാകുമെന്നും അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ന്യൂസിന്റെ പശ്ചാത്തലത്തിൽ പല ബ്രോക്കേജ് ഏജൻസികളും ടൈറ്റാൻ എന്ന സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ വീക്ക് കൺസ്യൂമർ ഡിമാൻഡിന്റെ പശ്ചാത്തലത്തിൽ വരുന്ന ടൈറ്റാന്റെ ക്വാർട്ടറിലെ റിസൾട്ട് മോശമാകുമെങ്കിലും ലോങ് ടൈമിൽ സ്റ്റോക്ക് പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ഗോൾഡിന് മുകളിലുള്ള കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചതിന്റെ പശ്ചാത്തലത്തിൽ ജ്വല്ലറിക്ക് ആവശ്യക്കാർ ഏറാനും ഇത് ടൈറ്റാൻ പോലുള്ള ജ്വല്ലറി കമ്പനികളുടെ പ്രോഫിറ്റ് മാർജിൻ ഉയർന്നതിന് പിന്നിലെ പ്രധാന കാരണമായും പ്രവർത്തിക്കും.
ടൈറ്റാൻ എന്ന കമ്പനി നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം ആദിത്യ ബിർള ഗ്രൂപ്പ് കൂടി ജ്വല്ലറി സെഗ്മെന്റിലേക്ക് എൻട്രി ചെയ്യുന്നത് വഴി ജ്വല്ലറി സെഗ്മെന്റിലുള്ള പ്രത്യേകിച്ചും ഓർഗനൈസ്ഡ് ജ്വല്ലറി സെഗ്മെന്റിലുള്ള കോമ്പറ്റീഷൻ കടുക്കാനുള്ള സാധ്യതയാണ്. എന്നിട്ടും പല ബ്രോക്കേജ് ഏജൻസികളും ലോങ് ടൈമിൽ ടൈറ്റാൻ എന്ന സ്റ്റോക്ക് ഡീസന്റ് പെർഫോമൻസ് കാഴ്ചവെക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. 4490 രൂപയുടെ ടാർഗറ്റാണ് ഒരു ബ്രോക്കേജ് ഏജൻസി ടൈറ്റാനിന് നൽകിയിരിക്കുന്നത്. കോട്ടക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് 3600 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഡാറ്റകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ലോങ് ടൈമിലേക്ക് ടൈറ്റാൻ എന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ മീഡിയം ടൈമിലേക്ക് ടൈറ്റാൻ എന്ന സ്റ്റോക്ക് ഒരു ഡീസന്റ് പിക്കാകും. 3250 നിന്നും സ്റ്റോക്കിൽ ഒരു ബൈയിങ് മൊമെന്റം വന്നിട്ടുണ്ട്. സ്റ്റോക്ക് 3500 ട്രേഡ് ചെയ്യുന്നു. 3780, 3850 തുടങ്ങിയവ സ്റ്റോക്കിന്റെ റെസിസ്റ്റൻസ് സോണാണ്. ഈ റെസിസ്റ്റൻസ് മറികടന്നാൽ 4200 വരെ സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട്. സ്റ്റോക്കിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കണം എന്നുള്ളവർക്ക് 3050 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്